ചിരിച്ചും ചിരിപ്പിച്ചും റൗണ്ടിലേക്ക് എത്തുന്നു നിതിൻ ജി രാജൻ. നിതിൻ ഒരു ചെറിയ പുള്ളിയല്ല എന്ന് എനിക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലായി. ഞാൻ നെടുമങ്ങാട് വഴി ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോ വളരെ പരിചയമുള്ള ഒരു മുഖം ഇങ്ങനെ ഒരു ഫ്ലെക്സിൽ നോക്കി എന്നെ ചിരിക്കുന്നു. ഞാനിങ്ങനെ നോക്കിയപ്പോ നിതിന്റെ മുഖമായിരുന്നു കണ്ടത്. നിതിൻ ജി രാജന് വിജയാശംസകൾ എന്നൊക്കെ പറഞ്ഞോണ്ട് അടുത്ത രാത്രി ചെന്ന് കെട്ടിയത്. അപ്പൊ നിതിൻ ഈ വിജയാശംസകൾ നേർന്ന എല്ലാവർക്കും ഫ്ലെക്സ് തന്നെ കെട്ടിയതാണെങ്കിൽ പോലും എല്ലാവർക്കും വേണ്ടിട്ട് നന്നായിട്ട് പാടണം കേട്ടോ. അപ്പൊ ചിരിച്ചും ചിരിപ്പിച്ചും റൗണ്ടിൽ നിതിൻ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാന് വടകര കൃഷ്ണദാസ് സാറിന്റെ അമ്മോശൻ അടിപൊളി എന്ന ഗാനമാണ് പാടുന്നത്. ചിരിപ്പിക്കുവോ നമ്മളെ? മറ്റേ സുലൈമാനെ കണ്ടോ? സുലൈമാനെ കണ്ടോ നീ? അവിടെ നമ്മളാ കള്ളം കുടിച്ചിട്ട് അങ്ങനെ ഇടങ്ങാറായി കിടക്കുന്നത് സുലൈമാനല്ലേ? നീ കണ്ടെങ്കിൽ കണ്ടെന്ന് പറ. അല്ല, ഇവിടെ പാട്ട് പാടുന്നു എന്നുള്ള കാര്യം പറഞ്ഞില്ലായിരുന്നോ? എന്താ സംഭവം? എന്ത് പറ്റി ഇവർക്ക്? സുലൈമാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടല്ലോ, ആ പുള്ളിയെ കുറിച്ചൊന്നും പറയണ്ട. ആ പുള്ളിയെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ, കുറച്ച് കാര്യം വേണമെങ്കിൽ ഞാൻ പറയാം. ശരി, എന്താണേലും ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നല്ലേ, അപ്പൊ പിന്നെ സുലൈമാനെ പറ്റിയിട്ട് അറിഞ്ഞിട്ട് തന്നെ ബാക്കി അമ്മോശൻ അടിപൊളി, അമ്മായി അടിപൊളി, അമ്മോശൻ അടിപൊളി, അമ്മായി അടിപൊളി, പുതിയ പെണ്ണടിപൊളി, പുയ്യാപ്ല നാടാകെ കള്ളം കുടിച്ചടി വീട്, ഉമ്മാനെ ചീത്ത വിളി, പിന്നെ ഗ്ലാസും പ്ലേറ്റും എറിഞ്ഞു പൊളി, ഉമ്മാനെ ചീത്ത വിളി, പിന്നെ ഗ്ലാസും പ്ലേറ്റും എറിഞ്ഞു പൊളി. ഇവൻ നാട്ടിനും നാട്ടാർ ശാപമായി മാറിയാൽ അതാണ് നിന്നടിപൊളി. ഇവനൊരു വെറും പൊളി. അമ്മോശൻ അടിപൊളി, അമ്മായി അടിപൊളി, പുതിയ പെണ്ണടിപൊളി, പൊയ്യാപ്ല നാടാകെ കള്ളും കൂടി ചാടി പിടി. എന്താ മാറ്റം? പുന്നാരമോൾക്കൊരു മാരനെ തേടി നാടായ നാടെല്ലാം താണ്ടി, പുന്നാരമോൾക്കൊരു മാരനെ തേടി നാടായ നാടെല്ലാം താണ്ടി, പൊന്നും പണം പറമ്പ് സ്ത്രീധനമേകി ടിബിലീസിനെ അവർ നേടി, പൊന്നും പണം പറമ്പ് സ്ത്രീധനമേകി ടിബിലീസിനെ അവർ നേടി. വീട്ടിന്നും കുടി തുടങ്ങി, പിന്നെ കാഞ്ചാവടിയിൽ കുടുങ്ങി, വീട്ടിന്നും കുടി തുടങ്ങി, പിന്നെ കാഞ്ചാവടിയിൽ കുടുങ്ങി. ഇവനെല്ലാം പെറുക്കി വിട്ട് കള്ളും കഞ്ചാവടിച്ച് റോഡിൽ കിടന്നു മയങ്ങി, പല ട്രക്കും പവനു മയങ്ങി. അമ്മോശൻ അടിപൊളി, അമ്മായി അടിപൊളി, പുതിയ പെണ്ണടിപൊളി, പുയ്യാപ്ല നാടാകെ കള്ളം കുടിച്ചടി പിടി. കാലം ചെറുപ്പൻ തന്നെ കോലം കിഴവൻ തൻ്റെതാകുന്നതായവൻ കണ്ടു, കാലം ചെറുപ്പൻ തന്നെ കോലം കിഴവൻ തൻ്റെതാകുന്നതായവൻ കണ്ടു. കൂടെ കുടിച്ചവരിൽ കൂട്ടായി നടിച്ചവരിൽ വിട പറഞ്ഞപ്പോൾ വിറകൊണ്ടു, കൂടെ കുടിച്ചവരിൽ കൂട്ടായി നടിച്ചവരിൽ വിട പറഞ്ഞപ്പോൾ വിറകൊണ്ടു. രോഗങ്ങൾ കിരിമുറുക്കി കൊടും വേദനകൾ ഞെരിഞ്ഞൊതുക്കി,
നാടാകെ കള്ളം കുടിച്ചടി വിട്ട് ഉമ്മാനെ ചീത്ത വിളി പിന്നെ കാറ്റും വേറ്റും എറിഞ്ഞു പൊളി ഉമ്മാനെ ചീത്ത വിളി പിന്നെ കാറ്റും വേറ്റും എറിഞ്ഞു പൊളി ഇവൻ നാട്ടിനും നാട്ടാർക്കും ശാപമായി മാറിയാൻ അടിപൊളി ഇവനൊരു വെറും പൊളി അമ്മൂസൻ അടിപൊളി അമ്മായി അടിപൊളി പുതിയവൻ അടിപൊളി പൊയ്യാപ്ല നാടാകെ കള്ളം കുടിച്ചടി പിടി. അപ്പൊ ഇതാണല്ലേ സുലൈമാൻ? അതെ അതെ. താങ്കളാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയത്. അതെ. അപ്പോ ഞാൻ സുലൈമാനെ എന്ന് വിളിച്ചെങ്കിലും ശരിക്കുള്ള പേരെന്താണ്? എന്റെ പേര് ജിഷോ. ജിഷോ. ഓക്കെ. കൂടെയുള്ള രണ്ടുപേരുടെ പേരെന്താണ്? സജി. ഓക്കെ. ജോൺ. ഓക്കെ. ജഡ്ജ്മെന്റിലേക്ക് പോവാം. ജഡ്ജസിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. 3 പേരും കൈയടിച്ച് ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇനി നമുക്ക് അവരോട് ചോദിക്കാം. നജീമിക്ക. അമ്മാവൻ അടിപൊളി, നിതിൻ പൊളിയടി. പൊളിച്ചടി കേട്ടോ. തുടക്കത്തിൽ ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് ഇവിടെ മൊത്തം പ്രശ്നമാണല്ലോ, അടിയൊക്കെ ആയിട്ട് ഇവിടെ എന്താണ് നടക്കാൻ പോണത്. പക്ഷെ ഒരു പാട്ട് തുടങ്ങിയപ്പോൾ മൊത്തം കോമഡിയായി. ഭയങ്കര രസമുണ്ടായിരുന്നു. നിതിൻ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു സിംഗറാണ്. നല്ല പാട്ടൊക്കെ നല്ല ഗമമൊക്കെ നല്ലവണ്ണം വരുന്നുണ്ട് പാടുമ്പോൾ. എന്തായാലും വളരെ സന്തോഷം. നല്ല ഒരു പെർഫോമൻസ് കാണാൻ പറ്റി. ഓൾ ദി വെരി ബെസ്റ്റ്. നല്ലൊരു ടീം വർക്കായിരുന്നു. പാമ്പായിക്കൊണ്ട് ഇങ്ങനെ ഒരു പാമ്പ് ഇടത്തോട്ട് പോകുമ്പോൾ ഒരു പാമ്പ് വലത്തോട്ട് പോവുമായിരുന്നു. പാമ്പുകൾ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു താഴെ കൂടെ കേട്ടോ. എന്നാൽ മോൻ പാടി ആ പെർഫോമൻസ് വഴി വന്ന് പാട്ട് മനോഹരമായിട്ട് പാടി കേട്ടോ. കോമഡി ആയതുകൊണ്ട് ഞങ്ങൾ വല്ല സ്ഥലത്തും വന്ന ചെറിയ ശ്രുതി പ്രശ്നങ്ങളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം കോമഡിയുടെ എലമെന്റ് ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് ദ സോങ്. ഗ്രേറ്റ്. വളരെ ജോവിയലായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഈ പെർഫോമൻസ് ഒക്കെ നടക്കുമ്പോൾ തന്നെ നിതിൻ ആ കൺട്രോൾ പോവാതെ ജോണർ ഓഫ് സിംഗിങ് അതിൻ്റെ ആ ഒരു ടോൺ ഉണ്ടല്ലോ അത് കീപ്പ് ചെയ്തു പാടി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നിതിൻ്റെ സിംഗിങ് വളരെ നന്നായിരുന്നു. ചെറിയ ചില നമ്മൾ പെർഫോമൻസിൻ്റെ ഇടയിൽ ഇതൊന്നും എഴുതി വെച്ചിട്ടില്ല. ഒരു സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് ബ്രീതിങ് കട്ടായ മാതിരി ആ പല്ലവിയിൽ 3ാമത്തെ വരി പാടി അവസാനിച്ചപ്പം, പിന്നെ അനുപല്ലവിയില് 3rd ലൈൻ പൊന്നും പണവും ആ ഭാഗത്ത് റെപ്പിറ്റേഷൻ നന്നായിട്ട് വന്നു. ഫസ്റ്റ് ടൈം പാടിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഷാർപ്പായി പോയി. ഈ പാട്ട് എല്ലാവർക്കും ഒന്നുകൂടെ കേൾക്കാൻ തോന്നുന്നില്ലേ? അല്ലേ? ഓഡിയൻസ് ഒക്കെ വളരെ എൻജോയ് ചെയ്തിട്ട് പാടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുകയാണ്. എന്നാലും നജീം നമുക്ക് കൂടെ ഒന്ന് പാടിയാലോ? ഒന്ന് പാടാം അല്ലേ? അമ്മൂസൻ അടിപൊളി അമ്മായി അടിപൊളി പുതിയ പെണ്ണടിപൊളി പൊയ്യാപ്ല നാടാകെ കള്ളം കുടിച്ചടി പിടി. അമ്മൂസൻ അടിപൊളി അമ്മായി അടിപൊളി പുതിയ പെണ്ണടിപൊളി പൊയ്യാപ്ല നാടാകെ കള്ളം കുടിച്ചടി പിടി. ഉമ്മാനെ ചീത്ത വിളി പിന്നെ ക്ലാസും തെറ്റും എറിഞ്ഞു പൊളി. ഉമ്മാനെ ചീത്ത വിളി പിന്നെ ക്ലാസും തെറ്റും എറിഞ്ഞു പൊളി. ഇവൻ നാട്ടിന്റെ നാട്ടാർക്ക് ശാപമായി മാറിയാൽ അതാണ് അടിപൊളി. ഇവനൊരു വെറും പൊളി. അമ്മൂസൻ അടിപൊളി അമ്മായി അടിപൊളി പുതിയ പെണ്ണടിപൊളി പുയ്യാപ്ല നാടാകെ കള്ളം കുടിച്ചടി പിടി. അപ്പോ നമുക്ക് മാർക്സിലേക്ക് പോകാം. നജീമിക്ക 27.5. ഫിറോസിക്ക 37.5. ജിഷ ചേച്ചി. നിതിൻ അസ്ലൈറ്റ് പെർഫോം ചെയ്തു. 28 out of 10. നിതിന്റെ ടോട്ടൽ മാർക്സ് 93 out of 100. നിതിൻ ഇതുവരെ കിട്ടിയതിൽ ഹൈയസ്റ്റ് ആണോ ഇത്? തീർച്ചയായും 93 മാർക്സ്. നിതിൻ ഇത്രയും നല്ല മാർക്സ് മേടിച്ചതിനും ഇനി ഒത്തിരി നല്ല മാർക്സ് മേടിക്കുന്നതിനും വേണ്ടി ആശംസിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിതിന്റെ ഭാഗ്യമായ സുലൈമാൻ ചേട്ടനെ കൊണ്ട് തന്നെ നമ്മൾ ഈ ഗിഫ്റ്റ് നിതിൻ മേടിക്കണം, സ്വീകരിക്കണം. നിതിന്റെ ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫോർ വിഷ് ബെറ്റ്സ്. എന്റെ സർവീസ് ഉപയോഗിച്ച് നിങ്ങൾ അവസാനമായി എപ്പോഴാണ് ഒരു SMS അയച്ചിട്ടുള്ളത്?
ഇടയ്ക്ക് അയക്കാറുണ്ട്. കൂടുതലും വാട്സാപ്പും മെയിലും അല്ലേ. പോട്ടെ, ഒരു IST വിളിച്ചിട്ടപ്പോ അതിന് സ്കൈപ്പും ടാങ്കോ വൈബറൊക്കെ ഇല്ലേ ചേട്ടാ? നിങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞൂടെ? അപ്പോ ടെലികോം കമ്പനി എന്നുള്ള നിലയിൽ എന്റെ ഒരു പ്രൈമറി വരുമാനം അവിടെ തീർന്നു. എനിക്കും പൈസ ഉണ്ടാക്കണ്ടേ, ഇതൊരു ബിസിനസ് അല്ലേ.